കൊച്ചി നഗരസഭ 8ാം ഡിവിഷൻ കൗൺസിലറും ടൗൺ പ്ലാനിംഗ് ചെയർമാനുമായ സനിൽ മോൻജയുടെ നേതൃത്വത്തിലുള്ള സർഗവേദിയുടെ ഓണാഘോഷ പരിപാടികളുടെ സമാപന സമ്മേളനം കൊച്ചി എംഎൽഎ കെ.ജെ. മാക്സി ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിൽ സംഗീത സംവിധായകൻ രവീന്ദ്രൻ മാഷിനെ അനുസ്മരിക്കുകയും അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ കോർത്തിണക്കി സംഗീത സന്ധ്യയും നടത്തി. കൊച്ചി നഗരസഭ 8ാം ഡിവിഷൻ കൗൺസിലറും ടൗൺ പ്ലാനിംഗ് ചെയർമാനുമായ സനിൽ മോൻജയുടെ നേതൃത്വത്തിലുള്ള സർഗവേദിയുടെ ഒരാഴ്ച നീണ്ടുനിന്ന ഓണാഘോഷ പരിപാടികളുടെ സമാപനത്തിന്റെ ഭാഗമായി നടത്തിയ സാംസ്കാരിക സമ്മേളനം കൊച്ചി എംഎൽഎ കെ.ജെ. മാക്സി ഉദ്ഘാടനം ചെയ്തു. കലാകാരന്മാർക്ക് പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് ഗായകരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ടാണ് സർഗവേദിക്ക് രൂപം കൊടുത്തിട്ടുള്ളത്. ആ സർഗവേദിയുടെ ഗായകർക്ക് ഈ സമാപന പ്രോഗ്രാമിൽ പാടാൻ വലിയ അവസരം കിട്ടുകയാണ്, വലിയ ഓർക്കസ്ട്രമായിട്ടുള്ള അവസരം കിട്ടുകയാണ്. അതിന്റെ പേരാണ് രവീന്ദ്ര സംഗീതം സന്ധ്യ. ഡിവിഷനിലെ എ കൊച്ചുണ്ണി മാസ്റ്റർ പാർക്കിൽ നടന്ന സമാപന സമ്മേളനത്തിൽ രവീന്ദ്രൻ മാസ്റ്ററുടെ അനുസ്മരണവും വിശിഷ്ടാതിഥിയായി രവീന്ദ്രൻ മാഷിന്റെ പ്രിയ പത്നി ശോഭന രവീന്ദ്രനെ ആദരിക്കുകയും ചെയ്തു. സംഗീതം എന്ന് പറയുമ്പോൾ തന്നെ ഒരു കൂട്ടിച്ചേർക്കലാണ്, എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന ഒന്നാണ് സംഗീതം. അതിനുവേണ്ടി ഇങ്ങനെ ഒരു വേദിയൊക്കെ സംഘടിപ്പിക്കാൻ വേണ്ടി ഇദ്ദേഹമാണ്, സനിൽമോനാണ് ഏറ്റവും കൂടുതൽ പ്രയത്നിച്ചതും അതിനുവേണ്ടി മുൻകൈ എടുത്തതെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഓരോ സ്ഥലത്തും ഇങ്ങനെയുള്ള കൂട്ടായ്മകളും ഇങ്ങനെയുള്ള സംഘടനകളൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ ആ നാട്ടിൽ ഒരു എല്ലാവരും നമ്മളൊരു എന്താ പറയുക സിമ്പിൾ ഒരു ഹാർമണി ഉണ്ടാവും. കൗൺസിലർ സനിൽ മോൻ പൊതുയോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. നമ്മുടെ രവീന്ദ്രൻ മാഷിന്റെ വൈഫ് ഇവിടെ നിൽക്കുന്ന ആ നിമിഷം തന്നെയാണ് പാട്ടുകൾ ഏത് തരത്തിലാകും എന്ന് ഞങ്ങൾക്ക് പേടിയുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഒരൊറ്റ ഇത് തന്നെയായിരുന്നു ഞങ്ങളുടെ മനസ്സിൽ, ഞങ്ങളുടെ സർഗവേദിയുടെ ആളുകൾ തന്നെ ഇത് പാടണം, അവരെ കൊണ്ട് തന്നെ ഞങ്ങളുടെ വേദികളിൽ ചെയ്യിക്കണം. അതേപോലെ തന്നെ ഇവിടെ മാറ്റുരയ്ക്കുന്ന വ്യക്തികൾ പല പല മേഖലകളിലേക്ക് പോകാൻ തയ്യാറായിക്കൊള്ളുക എന്നുകൂടി ഈ അവസരത്തിൽ പറയുകയാണ്. തുടർന്ന് സർഗവേദിയുടെ 60ഓളം ഗായകരടക്കം നടത്തിയ രവീന്ദ്ര സംഗീത സന്ധ്യയിൽ പ്രശസ്ത ഗായകരായ ബൽറാം, അൽക്ക അസ്കർ, നബീല ഹക്കീം, യഹിയ അസീസ്, യദുനന്ദൻ എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. ഓണാഘോഷ പരിപാടികളിൽ നടത്തിയ വിവിധ കലാകായിക മത്സരങ്ങളിൽ വിജയിച്ചവർക്ക് സമ്മാനദാനവും നടത്തി. സമാപന സമ്മേളനത്തിൽ പ്രോഗ്രാം കൺവീനർ യേശുദാസ് പാലമ്പള്ളി, സർഗവേദി കൺവീനർ നന്ദകുമാർ, ലോഷിമ സേവ്യർ എന്നിവർ സംസാരിച്ചു. കൗൺസിലർ സനൽ മോനാണ്. അദ്ദേഹം കൗൺസിലറായി വന്നതിന് ശേഷമാണ് ഇതുപോലെയുള്ള സാംസ്കാരിക പരിപാടികളും ഒത്തുചേരലുമെല്ലാം നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത്. ഓണത്തിനും ക്രിസ്മസിനുമൊക്കെ ഇവിടുത്തെ എല്ലാ റെസിഡൻസ് അസോസിയേഷനുകളും അയൽക്കൂട്ടങ്ങളും എല്ലാവരും ഒരുമിച്ച് ഒരു വലിയ സാംസ്കാരിക വേദി നമുക്ക് ഇന്ന് രൂപം കിട്ടിയിട്ടുണ്ട്. വേദികൾ കിട്ടാതെ കഴിയുന്ന സർഗപ്രതിഭകൾക്ക് വേദിയൊരുക്കുക എന്ന ഡിവിഷൻ കൗൺസിലർ സനിൽ മോന്റെ ആശയമാണ് സർഗവേദിക്ക് ജന്മം കൊള്ളാൻ കാരണമെന്ന് പരിപാടികളുടെ അവലോകനം നടത്തിയ നന്ദകുമാർ പറഞ്ഞു. കൗൺസിലർ ശ്രീ സനിൽ മോന്റെ മനസ്സിൽ ഉദിച്ച ഒരു ആശയമാണ് വേദികൾ കിട്ടാത്ത അല്ലെങ്കിൽ പുറത്ത് ഇറങ്ങാത്ത സർഗപ്രതിഭകളെ ഒരു വേദിയിൽ കൊണ്ടുവന്ന് നമ്മൾ അവതരിപ്പിക്കുക, അവർക്ക് അവരുടെ സർഗാത്മക പരിപാടികൾ അവതരിപ്പിക്കാനുള്ള അവസരം നൽകുക എന്നുള്ളത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഹാപ്പി ബർത്ത്ഡേ. താങ്ക്സ്. വെൽക്കം. അനുഭവിച്ചറിയൂ സ്നേഹത്തിന്റെ രുചി. ദ സോൾട്ട് റെസ്റ്റോറന്റ്, തോപ്പുംപടി, കാക്കനാട് ആൻഡ് പനപ്പള്ളി നഗർ.